ॐ नमो भगवते वासुदेवाय। श्रीमद्भगवद्गीता नवमोऽध्यायः। राजविद्या राजगुह्ययोगः। श्रीभगवानुवाच इदं तु ते गुह्यतमं प्रवक्ष्याम्यनसूयवे। ज्ञानं विज्ञानसहितं यज्ञात्वा मोक्ष्यसे शुभात्। राजविद्या राजगुह्यं पवित्रमिदमुत्तमं। प्रत्यक्षावगमं धर्म्यं सुसुखं कर्तुमव्ययम्। अश्रद्धधाना पुरुषा धर्मस्यास्य परन्तप। अप्राप्य मां निवर्तन्ते मृत्युसंसारवर्त्मनि। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അതിപ്രധാനപ്പെട്ട വളരെയധികം പ്രാധാന്യമുള്ള 9-ാം അധ്യായം ആണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇത് അധ്യായത്തിൻ്റെ പേര് രാജവിദ്യ രാജഗുഹ്യയോഗം എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ഇന്ന് തുടങ്ങേണ്ട, അല്ലെങ്കിൽ ഭഗവത്ഗീത നിർത്താം എന്ന് ഞാൻ വിചാരിച്ചു. എന്താ അങ്ങനെ വിചാരിക്കാൻ കാരണം? ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഭഗവത്ഗീത പഠിച്ച് കുറേശ്ശെയായിട്ട് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ആനന്ദം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പലരും ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെ ഒരു വിഷമം തോന്നി. കഷ്ടം, ഞാൻ വേറെ വല്ല വിഷയവുമാണ് ഇങ്ങനെ ചാനലിൽ കൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര ആളുണ്ടാവുമായിരുന്നു. വല്ല രാഷ്ട്രീയത്തിൻ്റെയോ, അതല്ല ചെറുതായിട്ടുള്ള ജനങ്ങൾക്ക് ചേന എങ്ങനെ നടാം, മഞ്ഞൾ എങ്ങനെ നടാം, ഇങ്ങനെ എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുകയാണെങ്കിൽ, ജനങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ പറയുകയാണെങ്കിൽ എത്ര ശ്രോതാക്കൾ ഉണ്ടാവും. കഷ്ടമായിപ്പോയി. ഇത് നിർത്തുകയായിരുന്നു എന്നത്. ഞാനിങ്ങനെ നോക്കും എത്ര ആൾ കണ്ടു. ചില സമയത്ത് കുറച്ച് നല്ലോണം ആൾക്കാർ കണ്ടു എന്ന് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ വളരെ കഷ്ടം, ആരും കാണുന്നില്ല, ദുർലഭമായിട്ട് കാണുന്നു എന്നിങ്ങനെ കാണാം, പക്ഷേ അതൊന്നും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പം ഞാൻ നിർത്തുകയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ട ഇനി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഉൾവിളി ഭഗവാൻ പറഞ്ഞ വിഡ്ഢി എന്ന് എന്നോട് പറഞ്ഞു. ഈ ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സന്തോഷം വരുമ്പോൾ അത്യധികം ആഹ്ലാദിക്കരുത്, ദുഃഖം വരുമ്പോൾ ദുഃഖിക്കരുത്, കർമ്മം ചെയ്യുക, ഈശ്വരാർപ്പണമായി ചെയ്യുക, കർമ്മഫലത്തെ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞതൊക്കെ മറന്നോ? അപ്പോൾ ഭഗവത്ഗീത പഠിച്ചിട്ടില്ല, പഠിക്കാതെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു തെറ്റാണ് എനിക്കുണ്ടായത്. അത് ഭഗവാൻ എന്നെ ഓർമ്മിപ്പിച്ചു. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ആരെങ്കിലും കണ്ട്, ഒരാളെങ്കിലും കണ്ട് ഇത് മനസ്സിലാക്കിയാൽ നന്ന്, ഇല്ലെങ്കിലും തിരക്കടില്ല. ഭഗവാൻ സന്തോഷിക്കണേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ ഇത് തുടങ്ങേണ്ടത് എന്ന് എന്നെ അങ്ങനെ ഓർമ്മിപ്പിച്ചു ഭഗവാൻ. ദുഃഖിച്ചു ഞാൻ. ആ ദുഃഖത്തിൻ്റെ അവസാനം എനിക്കൊരു ഊർജം കിട്ടി. അപ്പോൾ ആ ഊർജം വളരെ പ്രധാനപ്പെട്ട ഈ അധ്യായം തുടങ്ങുന്നതിന് എന്നെ പ്രേരിപ്പിച്ചു. എന്താ ശ്ലോകം എന്ന് നോക്കാം. ശ്രീ ഭഗവാനുവാചാം ഇദം തു തേ ഗുഹ്യതമം പ്രഭക്ഷ്യാമ്യനസൂയവേ. ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാൽ. യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാൽ. യാതൊന്നിനെ അറിഞ്ഞിട്ട് അശുഭത്തിൽ നിന്ന് നീ മുക്തനാകും. നമ്മൾ അതിപ്പോൾ ഈ അശുഭത്തിൽ കിടന്ന് കളിക്കുകയാണ് നമ്മളൊക്കെ. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു, എൻ്റെ അനുഭവം പറഞ്ഞു. അതിന് മോക്ഷം കിട്ടും, അശുഭങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടും. എന്താ അത്യന്തം രഹസ്യമായ ഈ ജ്ഞാനം അറിയണം. അത് ഞാൻ പറഞ്ഞു തരാം. വിജ്ഞാനസഹിതം, ജ്ഞാനം വിജ്ഞാനസഹിതം എന്നാണ്. ഈ വിജ്ഞാനം ഇല്ലാണ്ട് ഏതാ എനിക്ക് പറ്റിയ അബദ്ധം. ജ്ഞാനം ഭഗവത്ഗീതയെ പറഞ്ഞതൊക്കെ പഠിച്ചു, അത് പ്രായോഗികമാക്കാൻ ആവുന്നില്ല. അപ്പം വിജ്ഞാനസഹിതം ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നു അർജുനനോട്. അർജുനനോട് പറഞ്ഞു തരാൻ കാരണം എന്താ? അനസൂയവേ,
അസൂയയില്ലാത്തവനാണ് നീ. നമുക്ക് ഈ അസൂയ മുതലായ പല അസുഖങ്ങളുണ്ട്. അതാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ പറഞ്ഞതുമാതിരിയുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് പറയണം. അപ്പം അത് ഇല്ലാതെ വന്നു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അപ്പം ഞാനത് തിരുത്താൻ തീരുമാനിച്ചു. ആര് കേട്ടാലും തിരക്കിടില്ല, കണ്ടാലും തിരക്കിടില്ല, ശ്രദ്ധിച്ചാലും തിരക്കിടില്ല, ഇല്ലെങ്കിലും തിരക്കിടില്ല. ഞാൻ ഇത് ചെയ്യുകയാണ് ഭഗവാനെ എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളോട്. ഭഗവാൻ പറയുന്നത് എന്താ? ഞാൻ അർജുന, നിനക്കിതാ അതിപ്രധാനമായിട്ടുള്ളതും രഹസ്യമായിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ, രഹസ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, വേണം എന്ന് നല്ല താല്പര്യമുണ്ട് നിനക്ക്, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ്. യോഗ്യനാണ് നീ എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് വേണം പറഞ്ഞു കൊടുക്കാൻ. നിർബന്ധിച്ച് പറഞ്ഞു കൊടുത്താൽ, ഇത് ശ്രദ്ധിക്കണം, ഇങ്ങനെ കുട്ടികളെ നിർബന്ധിച്ചാൽ അതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഫലം ഉണ്ടാവുകയും ചെയ്യും. ഫലം ഉണ്ടായാലും തിരക്കടില്ല, ഇല്ലെങ്കിലും തിരക്കടില്ല. ശ്രദ്ധയോടുകൂടി ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഞാൻ പഠിച്ചില്ല. അപ്പോൾ അതിനൊരു ശിക്ഷയായിട്ട് ഭഗവാൻ എന്നെ കുറേ ദുഃഖിപ്പിച്ചു. ഇനിതാ ഭഗവാൻ പറഞ്ഞു തരുന്ന അതിവിശിഷ്ടമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. എന്താ പറഞ്ഞു തരുന്നത്? രാജവിദ്യ ഇതം രാജഗുഹ്യം. രാജവിദ്യ എന്ന ജ്ഞാനം വളരെ രഹസ്യമുള്ളതാണ്. ഇത് ഉത്തമമാണ്, പരിശുദ്ധമാണ്, സ്പഷ്ടമായി അറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം ഇത്. അത് ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ശരിക്കും അറിഞ്ഞിരിക്കണം. ഞാൻ ആണിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അറിവിൻ്റെ ആ പരിമിതി അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞ് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ദുഃഖം വന്നത്. അപ്പം ഭഗവാൻ അതില്ല, പരിപൂർണനാണ് ഭഗവാൻ, സർവവും അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരികയാണ്. കർത്തും സുസുഖം അവ്യയം, അനുഷ്ഠിക്കാൻ എളുപ്പമുള്ളതാണ്, നശിക്കാത്തതുമാണ്. ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത് എളുപ്പമാണ് കേട്ടോ, അനുഷ്ഠിക്കാൻ എളുപ്പമാണ്, നാശമില്ലാത്തതാണ്. ഇതൊക്കെ പറയാനല്ലാതെ നമുക്ക് ബോധ്യമാവുന്നില്ല. ഇതൊക്കെ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് നമ്മളെ ബോധ്യം, അല്ലേ? എൻ്റെ ബോധ്യം. ഭഗവാൻ പറഞ്ഞെന്താ? ഈശ്വരാർപ്പണമായി ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാതെ. അത് എളുപ്പമാത്രേ. എളുപ്പമാണോ? എനിക്ക് എളുപ്പമല്ല. കാരണം എനിക്ക് ജനങ്ങളൊക്കെ നന്നായി അല്ലെങ്കിൽ കുറേ ആൾ കേട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷമായി. അപ്പം ഭഗവാൻ പറയുന്നു, യഥാർത്ഥ വിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യം വരാത്തത്. കേൾക്കും, ഇത് എളുപ്പമാണ്, പറഞ്ഞ് എന്താണ്, നാശമില്ലാത്തതാണ്, അനുഷ്ഠിക്കാൻ എളുപ്പമാണ്, ധർമാനുസാരം ആണ്, ധർമ്മ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കാം. പിന്നെ എന്നാ ഈശ്വര ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുക? അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ പറയുന്നു, ഇതൊന്നും പറഞ്ഞത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അശ്രദ്ധാനാഹ പുരുഷാ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർത്തമനേ. ഞാൻ ഈ പറഞ്ഞതൊന്നും കേൾക്കാതെ അർജുനനോട് പറയാ, പരന്തവ അർജുന, അസ്യ ധർമ്മസ്യ അശ്രദ്ധാനാഹ പുരുഷാഹ, ശ്രദ്ധിക്കാത്ത പുരുഷന്മാർ, ഈ ഞാൻ പറയാൻ പോകുന്ന ഈ ധർമ്മത്തിൻ്റെ ആ തത്വം മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതെ, മാം അപ്രാപ്യ, എന്നെ പ്രാപിക്കാത്തവരായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് നിന്നാൽ എന്താ ഉണ്ടാവുക? എന്നിലെത്താൻ സാധിക്കില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? മൃത്യു സംസാര വർത്തനീ നിവർത്തന്തേ, ജനന മരണ രൂപമായ സംസാര മാർഗത്തിൽ വർത്തിക്കുന്നു. അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ എന്തുണ്ടാവും? ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ മതി, ചെവിയോട് കേട്ടാൽ പോരാ, അത് അനുഷ്ഠിച്ചാൽ എന്തുണ്ടാവും? ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അതല്ല നമ്മളെ പോലെ കേൾക്കുക മാത്രമേ ഉള്ളൂ, അനുഷ്ഠിക്കുന്നില്ലെങ്കിലോ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. വേണ്ട, നമുക്കെന്തിനാ ഭഗവാനെ പ്രാപിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ഭഗവാൻ പറയാണ്, എന്നെ പ്രാപിച്ചാൽ എന്തുണ്ടാവും എന്നറിയോ? ഇനി ജനിക്കുക മരിക്കുക എന്നുള്ള ആ ഒരു കഷ്ടപ്പാട് വേണ്ടി വരില്ല. ജനന മരണ ദുഃഖമാം വ്യാളവക്ത്രത്തിൽ നിന്നിവരെ പരിപാലനം ചെയ്യണേ ദൈവമേ. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഇനി ജനിക്കുക മരിക്കുക എന്നുള്ള ആ ഒരവസ്ഥ ഉണ്ടാവരുതേ. അങ്ങിൽ
എത്തിക്കുമാറാക്കണമേ. ഭഗവാനിലെത്താറാവണം. നമ്മളിത് പറയാന്നല്ലാതെ നമുക്കൊക്കെ ഭഗവാനിലെത്തല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഇവിടെ ഇങ്ങനെ എന്താണ് സുഖം അനുഭവിച്ചിങ്ങനെ കൂടുക. സുഖമല്ലാത്തത് സുഖമാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. സുഖമാണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമ്മളൊക്കെ സുഖ ആഭാസത്തിൻ്റെ പിന്നാലെ ഓടുന്നു. അല്ലെങ്കിൽ സുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് മരുമരീചിക പോലെ ആണ് ഇത് എന്ന് മനസ്സിലാക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ജനിച്ചാലും മരിച്ചാലും തിരക്കണമൊന്നുമില്ല. ഇനി ജനിക്കാത്ത പിന്നെ സുഖിക്കാലോ സുഖമായിട്ട്. ദുഃഖമാണെങ്കിൽ ദുഃഖമായ വയ്യ, എന്നാലും തിരക്കണില്ല. ഇടയ്ക്ക് സുഖം വരുമല്ലോ. സുഖം ദുഃഖം ഉണ്ടല്ലേ. വെച്ചാലും തിരക്കണമൊന്നുമില്ല, ജനിച്ചാലും തിരക്കണില്ല. ഞാനിങ്ങനെയൊക്കെ ജീവിക്കുള്ളൂ. ഭഗവാൻ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കണ്ടേ. ഭഗവാനെ പ്രാപിക്കുകയല്ല എനിക്ക് വേണ്ടത് എന്നാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെയായാൽ ഭഗവാൻ പറയുന്നത് തിരക്കടൊന്നുമില്ല. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങനെ തന്നെ പോകട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടല്ലേ, അവർക്ക് ഓരോരോ സാധനങ്ങൾ ആവശ്യപ്പെടും. അത് അവർക്ക് നല്ലതാണെന്ന് അവർ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ വിചാരിക്കും ഇതിപ്പോൾ അവന് വയറ് കേടുവരുത്തും, അല്ലെങ്കിൽ വേറെ ദുഃഖങ്ങൾ ഉണ്ടാക്കും, ഇത് വേണ്ട എന്ന് വിചാരിച്ച് ഇത് വേണ്ട എന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ കുട്ടി അച്ഛൻ പിശുക്കാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് നമ്മളെ കുറ്റപ്പെടുത്തും. ആവട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അനുഭവിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അവനത് വേണ്ടി വരില്ല. അതുപോലെ നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ച് ശാഠ്യം പിടിച്ചാൽ ആയിക്കോട്ടെ ഭഗവാൻ അനുവദിച്ച് തരും ചെയ്യും. പിന്നെ ദുഃഖിക്കും, അയ്യോ എനിക്ക് ദുഃഖം വന്നില്ലേ എന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അവനവൻ്റെ ദുഃഖത്തിന് കാരണം അവനവൻ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നു. ഈ ഭാഗങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളത് വളരെ പ്രധാനപ്പെട്ടവയാണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കത് അനുഭവപ്പെടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.